സ്ത്രീയല്ല പുരുഷനല്ല ഇതൊന്നും അല്ലാത്ത ഒരാൾക്ക് എങ്ങനെ സ്ത്രീജനാസക്തി ഉണ്ടാവുക? ഒരു പുരുഷന് സ്ത്രീയെ നന്നൊരു സ്ത്രീയെ കണ്ടാൽ നോക്കണം തോന്നും, അയാൾ ആസ്വദിക്കും, അത് അവൻ്റെ പുരുഷത്വമാണ്. പക്ഷേ സ്ത്രീക്ക് സ്ത്രീയെ കണ്ടാൽ സാധാരണ നിലയിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സെക്സ് പരമായിട്ട് പറയുമ്പോൾ അതിൽ എന്താ പറയുക, കാരണം ഭഗവാൻ എന്ന് പറയുന്നത് നാരായണീയത്തിലും പിന്നെ വേറെ വിഷ്ണു പുരാണത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ 6 ഗുണങ്ങൾ കാണാം ഭഗം എന്ന് പറയും. ആ ഭഗം ആർക്കുണ്ടോ അയാൾ ഭഗവാൻ, അതില്ലാത്തവരൊന്നും ഭഗവാനല്ല. പക്ഷെ ഭഗവാൻ അങ്ങനെ ഒന്നിനോടൊരു ബന്ധമായിട്ടൊരു സംഘം അങ്ങനെ ആരുമായിട്ടും ഇല്ല. എപ്പോൾ വേണമെങ്കിലും ഈ സ്നേഹം അവസാനിപ്പിക്കാവുന്ന വിധത്തിലേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ മാറത്തടിച്ച് കരയരുത്, ഇതാണ് നമ്മുടെ ഫിലോസഫി. ഉള്ളിടത്തോളം എത്ര സ്നേഹിച്ചോളൂ, കടമ ചെയ്തോളൂ. പക്ഷെ ഒരു ദിവസം അവർ നമ്മളെ പിരിയും, അല്ലെങ്കിൽ നമുക്ക് അവരെ പിരിയേണ്ടി വരും. ഉറപ്പാണല്ലോ, ഈ കാര്യത്തിൽ സംശയമില്ല. ആത്മീയമായിട്ടുള്ള ഒരു ചിന്താഗതിക്ക് വിരോധമാവില്ലേ വിവാഹം കഴിച്ചാൽ? അത് വലിയൊരു ടോപ്പിക്കാണ് ആത്മീയത്തിൽ. നമ്മൾ ശുഗമഹർഷി എന്ന് പറയുന്ന ശുഗൻ തന്നെ ദേവി ഭാഗവത്തിൽ വിവാഹം കഴിക്കുന്നുണ്ട്, അതിലും ശുഗനുണ്ട്. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഈ 2 കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. യോഗമായ എന്ന് പറയുമ്പോൾ ലോകത്തിൽ നമ്മളെ സത്യത്തിൽ നിന്ന് മാറ്റുന്ന ശക്തി. സാർ, ഈ കൃഷ്ണകഥകളിൽ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണന് ഏറ്റവും കൂടുതൽ ആക്ഷേപം കിട്ടുന്നത് ഈ ഗോപസ്ത്രീകളുമായിട്ട് ശ്രീകൃഷ്ണന് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കുറേ ആക്ഷേപങ്ങളുണ്ട്. അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ഗോപസ്ത്രീകളുടെ വസ്ത്രങ്ങളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെയാണ് ശ്രീകൃഷ്ണന് കൂടുതലും ആളുകൾ സ്ത്രീയാസക്തനാണെന്നാണ് കൂടുതലും ആളുകളൊക്കെ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. ഭാഗവത്തിൽ അതിനൊക്കെ ഉത്തരം പറഞ്ഞിട്ടുമുണ്ട്. അത് നമുക്ക് ആ ഒരു കഥ ആദ്യം ഒന്ന് അനുസ്മരിക്കാം. എന്നിട്ട് അതിൽ പരീക്ഷത്തിന് ശുഗമഹർഷി പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. അതിൽ പരീക്ഷയിൽ തന്നെ ചോദിക്കേണ്ട സംശയങ്ങൾ അവിടേക്ക് വന്നാൽ അതുപോലെ നമുക്ക് അങ്ങോട്ട് കൈകാര്യം ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ പറയണത് ഭഗവാൻ അഭി താരാത്രി ശരദോൽപുല്ല മല്ലിക വീക്ഷരന്തം മനഃചക്രേ യോഗമായാമുപാശ്രിത. ഇതാണ് തുടക്കം. രാസക്രീഡ 5 അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകമാണ്. ഈ രാസക്രീഡയിലാണോ ശ്രീകൃഷ്ണനും ഗോപസ്ത്രീകളുമായിട്ടുള്ള കഥകൾ പറയുന്നത്? ഈ രാസക്രീഡയിലാണോ ശ്രീകൃഷ്ണനും ഗോപസ്ത്രീകളുമായിട്ടുള്ള കഥകൾ? അതെ 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 അതെ. അപ്പം അതിൽ ആദ്യത്തെ വാക്ക് തന്നെ വളരെ പ്രധാനമാണ്. ഭഗവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ അഭി താരാത്രി. അപ്പം ഈ ഭഗവാൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ കുറേ സംശയങ്ങൾ നമുക്ക് തീരും. കാരണം ഭഗവാൻ എന്ന് പറയുന്നത് നാരായണീയത്തിലും പിന്നെ വേറെ വിഷ്ണു പുരാണത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ 6 ഗുണങ്ങൾ കാണാം ഭഗം എന്ന് പറയുക. ആ ഭഗം ആർക്കുണ്ടോ അയാൾ ഭഗവാൻ, അതില്ലാത്തവരൊന്നും ഭഗവാനല്ല. 6 ഭഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗം എന്ന് പറഞ്ഞാൽ 6 ഗുണങ്ങളാണ്. ഒന്ന് ഐശ്വര്യം. ഐശ്വര്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മറ്റൊരാളെ നിയന്ത്രിക്കുക എന്നാണ്. അതിൻ്റെ അർത്ഥം നിയന്ത്രിക്കുക. നമ്മൾ ഐശ്വര്യമുള്ള വീട് എന്നൊക്കെ പറഞ്ഞാൽ ധനവും വരുമാനവും സമ്പത്തൊക്കെ ഉള്ള വീടെന്ന അർത്ഥത്തിലാണ് പറയുക. അത് തെറ്റാണ്. അത് സാങ്കേതികമായിട്ട് ഐശ്വര്യം മറ്റൊരാളെ നിയന്ത്രിക്കുക, അനുസരിപ്പിക്കാനുള്ള കഴിവാണ് ഐശ്വര്യം. പിന്നൊന്ന് തേജസ്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തേജസ്, നമുക്കവിടെ ഇരിക്കപ്പെടുത്തി ഉണ്ടാവില്ല, ആ ഒരു അവസ്ഥ തേജസ്. അതുപോലെ തന്നെ വീര്യം. വീര്യം എന്ന് പറയുന്നത് ധൈര്യം, മറ്റൊരാളെ എന്തിനും തോൽപ്പിക്കാനുള്ള കഴിവ്. അതാണല്ലോ നമ്മൾ വീര്യം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. തോൽപ്പിക്കാനുള്ള കഴിവ്, ജയിക്കാൻ സാധിക്കില്ല, അദ്ദേഹത്തെ ജയിക്കാൻ വീര്യം. മൂന്നാമത്തെ സമ്പത്ത് ഒരു കാര്യമാണ്. എല്ലാ സമ്പത്തിൻ്റെയും അധിപനാണ് ഭഗവാൻ. കാരണം സമ്പത്തിൻ്റെ അധിപ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയാണ്. ആ ലക്ഷ്മി ദേവിയുടെ ഭർത്താവുമ്പോൾ സമ്പത്തിൻ്റെ അധിപനാണ്. അപ്പോൾ അതിലും മീതം സമ്പത്തുണ്ടാക്കാൻ വേറൊരു കാര്യം ആവശ്യമില്ല. എല്ലാം വേറൊരാൾ വിജയിക്കാൻ കഴിയില്ല. സമ്പത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ കൂടെ ഉച്ചകോടിയിൽ നിൽക്കുന്ന ആൾ. പിന്നെ ജ്ഞാനം. ഇതൊക്കെ ഉണ്ട്, അറിവില്ല, ഒന്നിനും കൊള്ളാത്ത ഒരാളുടെ എല്ലാം 3 ലോകത്തിൻ്റെ ആധിപത്യം കിട്ടിയ വല്ല കാര്യമുണ്ടോ? അത് കൈകാര്യം ചെയ്യാനാണ് ജ്ഞാനത്തിൻ്റെ അങ്ങേയറ്റത്തെ. ഈ ലോകത്തിലത്തെ ജ്ഞാനമുണ്ട്, ഈശ്വരീയമായിട്ടുള്ള ആത്മീയ തലത്തിൽ ചിന്തിക്കണ ജ്ഞാനാണെങ്കിലും ശരി. രണ്ടും രണ്ടാണ്. കാരണം ഇപ്പോൾ ഈ അറിവ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിലത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടതിനും അറിവ് എന്ന് പറയും. കാരണം അത് വേണം. കാരണം അതില്ലാണ്ട് നമുക്ക് കുറേ ആത്മീയജ്ഞാനം ഉണ്ടായിട്ട് എന്താ കാര്യം? അതേ സമയത്ത് ആത്മീയജ്ഞാനത്തിന് അതും വേണം. ഇത് രണ്ടും കൂടി ഉള്ളൊരു നല്ലൊരു കോമ്പിനേഷനാണ് ഈ ജ്ഞാനം എന്നുള്ള വാക്ക്. അങ്ങനെയാണ് ഭാഗവതമൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് കുറേ തപസ് ചെയ്ത് കാട്ടുപോയിരിക്കണവരൊക്കെ കേമന്മാരെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിൽ നമുക്കൊരു പ്രശ്നം വന്നാൽ അതിനെ നേരിടാനുള്ള കഴിവും അറിവ്, അത് ലോക അറിവാണ്, ലോകവിവരം എന്ന് പറയുമല്ലോ. പിന്നെ ആത്മീയമായിട്ടുള്ള തലത്തിൽ ചിന്തിക്കുമ്പോൾ രണ്ടും ഭഗവാൻ ഒട്ടും പിന്നിലല്ല. അതാണ് അറിവ്. ഇനി ഒന്നുള്ളത്
സംഘം ഇല്ലായ്മ, നിസ്സംഗത്വം. അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം നമ്മൾ കണ്ടാൽ തന്നെ നമ്മൾ തമ്മിലുള്ള പെരുമാറ്റം നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്പർ നമ്മളെ നോട്ട് ഇടയ്ക്ക് വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കണം. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പോകുന്ന വണ്ടി ഉണ്ടാച്ചാൽ നമ്മൾ അത് എൻ്റെ വണ്ടി അതാ പോകണമെന്ന് പറയും. ഇന്ത്യൻ റെയിൽവേയുടെ വണ്ടിയാണ്, അത് എൻ്റെ വണ്ടിയായി. ഒരു കൊല്ലം സീസൺ ടിക്കറ്റിൽ യാത്ര ചെയ്തപ്പോഴേക്കും എൻ്റെ വണ്ടിയായി. ആ സീറ്റ് എൻ്റെ സീറ്റായി. ആലോചിച്ച് നോക്കി, എൻ്റെ സീറ്റാണത്. ഇയാൾക്ക് ആ ടിക്കറ്റ് കഴിഞ്ഞാൽ ഇറങ്ങി കൊടുക്കണം, വല്ല അധികാരമുണ്ട്. പക്ഷെ അത് എൻ്റെ സീറ്റായി. അപ്പോൾ ഈ എൻ്റെ ആ സ്നേഹവും സംഘവും ഞാൻ പറഞ്ഞതേ നടക്കാവൂ എന്നുള്ള ബന്ധം ലോകത്തിൽ മിക്കവാറും എല്ലാറ്റിനും ഉണ്ട്. ജീവികൾക്കും ഉണ്ട് എൻ്റെ ഉടമസ്ഥൻ, അല്ലാത്ത ആളെ കണ്ടാൽ കുരയ്ക്കുക, അപ്പം അതിനുണ്ട്. പക്ഷെ ഭഗവാൻ അങ്ങനെ ഒന്നിനോടൊരു ബന്ധമായിട്ടൊരു സംഘം അങ്ങനെ ആരുമായിട്ടും ഇല്ല. എപ്പോൾ വേണമെങ്കിലും ഈ സ്നേഹം അവസാനിപ്പിക്കാവുന്ന വിധത്തിലേ ഉള്ളൂ. സ്നേഹം ഇല്ലേ ഇപ്പം പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ അത് ഒക്കെ ആ കാര്യത്തിനല്ലാണ്ട് ഒരിക്കലും അതൊരു ബന്ധം സൂക്ഷിക്കാറ് പതിവില്ല ഭഗവാൻ. അതാണ് നിസ്സംഗത്വം. അത് ജ്ഞാനികൾക്ക് വേണം. ഇപ്പം പിരിയേണ്ടി വന്നാലും പിരിയാൻ തയ്യാറാണ്. എന്നാൽ അതുവരെ സ്നേഹമുണ്ട്, അത്രയേ ഉള്ളൂ. നമുക്കത് വേണമെന്നാണ് ഭരിക്കണവരെ സ്നേഹിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ മാറത്തടിച്ച് കരയരുത്. ഇതാണ് നമ്മുടെ ഫിലോസഫി. ഉള്ളിടത്തോളം എത്ര സ്നേഹിച്ചോളൂ, കടമ ചെയ്തോളൂ. പക്ഷെ ഒരു ദിവസം അവർ നമ്മളെ പിരിയും, അല്ലെങ്കിൽ നമുക്ക് അവരെ പിരിയേണ്ടി വരും. ഉറപ്പാണല്ലോ, ഈ കാര്യത്തിൽ സംശയമില്ല. അപ്പം അതിനെ നിസ്സംഗമായിട്ട് നോക്കി കാണാൻ കഴിയണം. ആ ഗുണം ഭഗവാന് വളരെയധികമുണ്ട്. ഒന്നിനോടും ഭഗവാന് സംഘമില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണോ വിചാരിച്ചിട്ട് ഇതൊക്കെ വിട്ടുപോകണ്ടേ എന്നുള്ള ഒരു വിഷമവും അദ്ദേഹത്തിനില്ല. അതുവരെ അത് കൊണ്ടു നടത്തി. അപ്പോൾ ഈ 6 ഗുണം: നിസ്സംഗത്വം, ജ്ഞാനം, മറ്റൊരാളെ നിയന്ത്രിക്കൽ, വീര്യം, യശസ്, 6ാമത്തെ കീർത്തി. ഈ 3 ലോകത്തിലും ഭഗവാന്റെ സൽകീർത്തിയാണ്, ദുഷ്കീർത്തിയല്ല. സൽകീർത്തി ഭഗവാനെക്കുറിച്ച് കേൾക്കാത്ത ഒരാളും ഈ ത്രിലോകത്തിൽ, അതായത് 14 ലോകത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ 6 ഗുണങ്ങൾ തികഞ്ഞ ഭഗവാൻ ഒരു ലീല ചെയ്താൽ അത് സാധാരണക്കാരൻ ചെയ്തതുപോലെ ആവില്ല എന്ന് ഒരുപാടൊന്നും ആലോചിക്കേണ്ട. അവിടെ വളരെ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം വേറൊന്ന്, ഭഗവാൻ എന്നുള്ളതിന് ശരിക്കും പറയുകയാണ് വെച്ചാൽ ഭഗവാൻ ഒരു സ്ത്രീയുമല്ല പുരുഷനുമല്ല. ഉപനിഷത്തിൽ പറഞ്ഞ ന സ്ത്രീ ന ഷണ്ടു ന പുമാൻ ന ജന്തു. സ്ത്രീയല്ല പുരുഷനല്ല, ഇതൊന്നും അല്ലാത്ത ഒരാൾക്ക് എങ്ങനെ സ്ത്രീ ജനാസക്തി ഉണ്ടാവുക? ഒരു പുരുഷന് സ്ത്രീയെ, നന്നൊരു സ്ത്രീയെ കണ്ടാൽ നോക്കണം തോന്നും, അത് ആസ്വദിക്കും, അത് അവൻ്റെ പുരുഷത്വമാണ്. പക്ഷേ സ്ത്രീക്ക് സ്ത്രീയെ കണ്ടാൽ സാധാരണ നിലയിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സെക്സ് പരമായിട്ട് പറയുമ്പോൾ അതിൽ എന്താ പറയുക, ഈ മോണോ സെക്സ് ഉള്ളവർക്ക് ഉണ്ടാവാം. അല്ലാത്ത ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് സ്ത്രീയോടോ പുരുഷനോടോ വേറൊരു ഭാവം ഉണ്ടാവില്ലല്ലോ. സൗഹൃദ സ്നേഹം അല്ലാണ്ട് ഒന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് അർത്ഥമാണ്. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പുരുഷൻ എന്നുള്ള അർത്ഥത്തിലത്തെ പുരുഷനല്ല, ആ പരമപുരുഷനാണ്. പരമപുരുഷൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, പരമാത്മാവ്. അല്ലാണ്ട് ആണ് പെണ്ണ് എന്നുള്ള നിലയ്ക്ക് ഭഗവാൻ ആണ്, അങ്ങനൊരു ഭാവം മനുഷ്യനെ ശ്രീ ഭഗവാനോ കൃഷ്ണനോ ഇല്ല. പിന്നെ എങ്ങനെ സ്ത്രീജനാസക്തി ഉണ്ടാവുക? ഇതൊന്നും അല്ലാത്തൊരു തത്വമാണത്, ഒരു ശക്തിയാണത്. സൂര്യശക്തി, സൂര്യപ്രകാശം, അത് ആണാണോ പെണ്ണാണോ നമുക്ക് പറയാൻ പറ്റും. അഗ്നി, സ്ത്രീജനാസക്തി അഗ്നിക്ക് ഉണ്ടാവും. വായു ആണാണോ പെണ്ണാണോ അത് നമുക്ക് തിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇതുപോലൊരു ശക്തിയാണല്ലോ ഈശ്വരൻ. ആ ഈശ്വരൻ്റെ അവതാരമല്ലേ കൃഷ്ണൻ. കൃഷ്ണന് 17,000 ഭാര്യമാരുണ്ട് എന്നൊക്കെ പറയുന്നത്. 16,108 പത്നിമാരുണ്ടായിരുന്നു. അത് ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിച്ച് ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ്. പലർക്കും ഒരു ചിന്തയുണ്ട്, ആത്മീയമായിട്ടുള്ള ഒരു ചിന്താഗതിക്ക് വിരോധമാവില്ലേ വിവാഹം കഴിച്ചാൽ? അത് വലിയൊരു ടോപ്പിക്കാണ് ആത്മീയത്തിൽ. നമ്മൾ ഈ ശുഗമഹർഷി എന്ന് പറയുന്ന ശുഗൻ തന്നെ ദേവി ഭാഗവത്തിൽ വിവാഹം കഴിക്കുന്നുണ്ട്. അതിലും ശുഗനുണ്ട്. ഇതിലത്തെ ശുഗൻ ബ്രഹ്മചാരിയാണ്, വിവാഹം കഴിക്കണില്ല. അത് 2 തരത്തിൽ എന്താണ് കാണിച്ചതെന്ന് ചിലർ ചോദിക്കും. അത് വേറൊന്നുമില്ല, കഥ 2 തരത്തിൽ പറയണമെന്നുണ്ട്. ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഈശ്വരനെ അറിയലാണ് മനുഷ്യൻ്റെ ലക്ഷ്യം. അത് വിവാഹം കഴിച്ചാലും സാധിക്കും, കഴിച്ചില്ലെങ്കിലും സാധിക്കും. ഒരുപക്ഷെ ചിലർ പറയുന്നത് കഴിക്കാതിരിക്കുന്നതാണോ കൂടുതൽ നല്ലത്, ചിലർ പറയേണ്ട വിവാഹം കഴിച്ചിട്ടാണ് അത് അതിലേറെ നല്ലത് എന്ന് ചിലർ പറയുന്നു. രണ്ടായാലും നമ്മൾ എന്ത് ചെയ്യേണ്ടു? ലക്ഷ്യത്തിൽ പിടിക്കണം, മാർഗത്തിൽ നിൽക്കരുത്. വിവാഹം കഴിഞ്ഞാൽ അതിൽ തന്നെ ഇങ്ങനെ ലയിച്ച് നിന്നാൽ ഒരിക്കലും എത്താൻ പറ്റില്ല. അവരും ബ്രഹ്മചാരിയായി വിവാഹം കഴിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഈശ്വരനിൽ എത്തുന്ന ഉറപ്പുണ്ടോ? ഇല്ല. അവർക്ക് എത്താത്ത കഥകളുണ്ട് ഭാഗവത്തിൽ, ഇഷ്ടംപോലെ കാണിച്ചിട്ടുണ്ട്. വിവാഹം കഴിക്കാതെ ഞാൻ ആ മോക്ഷം കിട്ടാൻ പോകണമെന്ന് പരാജയപ്പെട്ട കഥകൾ പഞ്ചമസ്കന്ധത്തിൽ 2 കഥ അങ്ങനെ പറയണം. എന്നിട്ട് ഒരു വിവാഹം കഴിച്ചപ്പോൾ ശരിയാവുകയും ചെയ്തു.
അപ്പോൾ വിവാഹം കഴിക്കുന്നത് ഒരിക്കലും ആത്മപ്രാപ്തിക്കോ ഈശ്വരനെ അറിയാനോ ഒരു തടസ്സമല്ല. അപ്പോൾ അത് ഭഗവാൻ കാണിക്കുകയാണ്. കഥയിൽ കൂടെ കാണിക്കുമ്പോൾ ഒന്നങ്ങനെ പെരുപ്പിച്ച് കാണിക്കുമല്ലോ. ഇപ്പോൾ സിനിമയിലും ഉണ്ടല്ലോ അങ്ങനെ ചെറിയൊരു പോയിന്റിനെ കാണിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു നേതാവ് അല്ലെങ്കിൽ നായകനെ 10 ആൾ കൈക്കോട്ടും കോടാലിയൊക്കെ കൊണ്ടുവന്ന അയാൾ ഒരു കാലം കൊണ്ട് അങ്ങോട്ട് ചവിട്ടും, ഒരു കാലം കൊണ്ട് ഇങ്ങോട്ട് ചവിട്ടും, ഇല്ലേ, കൈ കൊണ്ട് മുമ്പിലേക്ക് ചവിട്ടും. ഇത് നടക്കുമോ സത്യത്തിൽ? പക്ഷെ അതെന്തിനാണ്? അത് ത്രില്ലാണ്. അത് അങ്ങനെ കാണിച്ചതൊരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കാണുന്നവർക്ക് കൈയടിക്കാനും കൂക്കാനും ത്രില്ലിനും വേണ്ടിയിട്ട് ഒന്ന് പെരുപ്പിച്ചു, അത്രയേ ഉള്ളൂ. അയാൾ ശക്തനാണ് എന്ന് കാണിക്കലേ ഉദ്ദേശമുള്ളൂ. അല്ലാണ്ട് ഇത്രയാൾ വന്ന ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ 16,108 സ്ത്രീകളെ ഒരാൾ വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. കാരണം അത് കഥയാണ്. അത് കൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇത്രയും പത്നിമാരുണ്ടായിട്ട് ഭഗവാൻ തൻ്റെ ആത്മനിഷ്ഠയിൽ നിന്ന് ഇളകിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഒരു പത്നി ഉണ്ടായാലാണോ അതിന് തടസ്സം എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി 16,108. അത് കഥ സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, കുറേ എന്നെടുത്താൽ മതി. കുറേ അധികം പത്നിമാർ, പണ്ട് കുറേ പത്നിമാരുണ്ട്. അത് ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. അന്ന് ശ്രീരാമൻ മാത്രമാണ് അത്ര ഏകപത്നി വ്രതധരനായിട്ടുണ്ടായിരുന്നത്. സീത അല്ലാണ്ട് ബാക്കി എല്ലാവർക്കും, ഭീമന് 2 പാഞ്ചാലി അല്ലാണ്ട് ഇടുമ്പി ഉണ്ടായിരുന്നു, ബ്രഹ്മോത്രക്ക് വേറെ പത്നി, അർജുനന് സുഭദ്ര, പാഞ്ചാലി അല്ലാണ്ട് ഒക്കെ ഇപ്പോൾ 2-2 എത്രയോ പത്നിമാരുള്ള കഥകളാണ് മഹാഭാരതത്തിലൊക്കെ ബഹുഭാര്യത്വം. ഇതിപ്പോൾ 16,108 കഥയില്ലേ, എങ്ങനെയാക്കിയാൽ എന്താ? അല്ലാണ്ട് അത് ഒരു സംഖ്യയ്ക്കൊരു പ്രാധാന്യം പിടിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയായാലും ഇതൊന്നും ഈശ്വരനെ പ്രാപിക്കാൻ ഒരു തടസ്സമല്ല. ഇനിയിപ്പോൾ പത്നി ഇല്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഈശ്വരനിൽ എത്തിക്കൊള്ളണമെന്നില്ല. നമ്മുടെ മനസ്സിൻ്റെ ലക്ഷ്യം എങ്ങനെ, പ്രവർത്തന ബോധം എങ്ങനെയാണ്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. അതുണ്ടായാലും അവനെ ബാധിക്കില്ല, ഇല്ലെങ്കിലും ബാധിക്കില്ല എന്ന് കാണിക്കാനാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു ചൈതന്യം സ്ത്രീകളോട് കൂടിയിട്ട് ലീലകൾ നടത്തി എന്ന് പറയുമ്പോൾ പ്രാകൃതമായിട്ടുള്ളൊരു പുരുഷൻ നടത്തണ പോലെ എന്തായാലും അല്ല, വലിയ എന്ന് നമുക്കൊരു സൂചന തന്നിരിക്കുകയാണ്. പിന്നെ ആ ശ്ലോകത്തിൻ്റെ അവസാന വാക്കിൽ പറഞ്ഞ് യോഗമായ ഉപാശ്രിത എന്ന് പറഞ്ഞിരിക്കണം. അതും വളരെ പ്രസക്തമാണ്. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഈ 2 കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. യോഗമായ എന്ന് പറയുമ്പോൾ ലോകത്തിൽ നമ്മളെ സത്യത്തിൽ നിന്ന് മാറ്റണ ശക്തി, സത്യത്തിൽ നിന്ന് നമ്മളെ മറയ്ക്കണ ശക്തി. സിയെ കണ്ടു, നമ്മളതിൽ ആകൃഷ്ടനായി യഥാർത്ഥ പത്നിയെ മറന്നു, അല്ലെങ്കിൽ വേറെ തെറ്റ് ചെയ്തു. അത് നമുക്ക് ആ മായ നമ്മളെ ബാധിക്കണം. അത് ചെയ്യരുത് എന്ന് നമുക്ക് ഉള്ളിലറിയാമെങ്കിലും അവരുടെ അല്ലെങ്കിൽ അവളുടെ ആ ഒരു ഭാവ്യങ്ങൾ കുടുങ്ങിയിട്ട് എത്രയോ ഉദാഹരണങ്ങൾ ഇന്ന് ലോകത്തിൽ നമുക്ക് കാണാം, മായ. പക്ഷെ ആ മായയെ ഭഗവാൻ തൻ്റെ ഈ രാസക്രീഡ നടത്താനുള്ള ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചു എന്നാണ്. യോഗമായ ഉപാശ്രിത. ഉപാശ്രിത സംസ്കൃതത്തിൽ അർത്ഥം പറയുമ്പോൾ ഉപയോഗിക്കുക എന്നാണ് അർത്ഥം. മലയാളത്തിൽ നമ്മൾ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരാളെ ആശ്രയിച്ചു, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ആശ്രയിച്ചു. പക്ഷേ സംസ്കൃതത്തിൽ ആ അർത്ഥമല്ല വരുന്നത്. ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക, ടു യൂസ്. ഇപ്പം നമ്മളൊരു കത്തി ഉപയോഗിക്കുന്ന ഒരു ആയുധം, ആ കത്തി പരിപൂർണമായിട്ടും നമ്മുടെ നിയന്ത്രണത്തിലാണ്, അല്ലേ? അവിടെ കത്തിയുടെ ഉപകരണത്തിൽ അനുസരിച്ചിട്ടല്ലോ നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ നിർത്തിയ അവിടെ നിർത്തി. അതേപോലെ യോഗമായി ഒരു ഉപകരണമാക്കിയിട്ട് തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തിയിട്ടാണ് ഭഗവാൻ ഈ ലീലയിൽ ഏർപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഭഗവാൻ അതിനടിമപ്പെട്ടിട്ടില്ല എന്ന് അത് തന്നെ വരുന്നു. അതും തന്നെ വളരെ വ്യക്തമായി ഉപാസിത അതിനെ താൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉപയോഗിച്ചു. വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലാണ് വണ്ടിയുടെ നിയന്ത്രണത്തിലല്ലോ നമ്മൾ തിരിക്കണു, മറിക്കണു, ബ്രേക്ക് ഇടണു, സ്പീഡ് കൂട്ടണു, കുറയ്ക്കണു, ഒക്കെ നമ്മളാണ് ചെയ്യുന്നത്. നമ്മുടെ അറിവില്ലാണ്ട് ഒരു തരിമ്പും വണ്ടി നീങ്ങണില്ല. അവിടെ അതേപോലെ യോഗമായയ്ക്ക് താൻ അടിമപ്പെട്ടിട്ടില്ല. എന്നിട്ട് കഥയിലേക്ക് കടക്കുകയാണ്. ആദ്യം മനോഹരമായിട്ടുള്ള പ്രകൃതിയൊക്കെ വർണ്ണിച്ചു. വൃന്ദാവനം, ചന്ദ്രൻ്റെ ആ നിലാവ്, യമുന നദിയുടെ ഒഴുകല, കുളിർകാറ്റ്, ഇങ്ങനെ ഭഗവാൻ മനോഹരമായിട്ട് തൻ്റെ ഓടക്കുഴൽ നാദം വിളിക്കുകയാണ്. ഓടക്കുഴലിൻ്റെ പ്രാധാന്യം വേറൊരു ഭാഗത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കാരണം ഈ മ്യൂസിക് തെറാപ്പിയിൽ ഏറ്റവും നമ്മുടെ ശരീരത്തിനെയും ഞരമ്പിനെയും ബ്രെയിനിനെയും ബാധിക്കുന്നത് അത്ര ഫ്ലൂട്ട്. മ്യൂസിക് തെറാപ്പിസ്റ്റ് പറയണതാണ്. എല്ലാ സംഗീതവും മ്യൂസിക് തെറാപ്പി, എല്ലാ സംഗീതവും നമ്മുടെ രോഗത്തിനെ കുറയ്ക്കേണ്ടതാണ്. ഈ ചക്രങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ ആളുകൾ കേൾക്കുന്ന സൗണ്ടിനകത്ത് പുല്ലാങ്കുഴൽനാദം, വീട് കഴിഞ്ഞ് പിന്നീട് പുല്ലാങ്കുഴൽനാദത്തിലേക്ക്, പുല്ലാങ്കുഴലിൻ്റെയാണ് ഇതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഓടക്കുഴലാണ്. എന്നാൽ വളരെ സിമ്പിളുമാണ്. ഒരു കുഴലിൽ കുറച്ച് ദ്വാരം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കമ്പി വേണ്ട, മറ്റേ ഹോൾസ് വേണ്ട, കറൻറ്റോ മറ്റു പ്രവർത്തിക്കാനുള്ള ഇതൊന്നും വേണ്ട, ഒരുപാട് സാങ്കേതികതും വേണ്ട. അതൊന്നും ഇങ്ങനെ പ്രയോഗിക്കാൻ അറിയണം.
അത്രയേ വേണ്ടൂ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് മനോഹരമായിട്ട് എല്ലാ ചരാചരങ്ങളെയും അത് ആകർഷിച്ചു എന്ന് പറയുന്നുണ്ട്. വിശേഷബുദ്ധിയുള്ള മനുഷ്യനെ മാത്രമല്ല, വൃക്ഷങ്ങൾ കൊമ്പുകൾ ഇളക്കിക്കൊണ്ട് അത് കേട്ടു. വൃക്ഷങ്ങൾക്ക് സംഗീതം ആസ്വദിക്കാൻ പറ്റും. കാരണം ഇപ്പം മദ്രാസിലൊക്കെ ഈ സംഗീതത്തിനെ പരീക്ഷിച്ചിട്ടാണ് ഇത്ര വിളകൾ, നെല്ലും തെങ്ങും ഒക്കെ നല്ല നല്ല രാഗങ്ങൾ നോക്കി 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 വായിച്ചിട്ട് വിളകൾ മെച്ചപ്പെട്ട എത്രയോ അനുഭവങ്ങൾ